ലോഹിതേട്ടാ പോയി പോയി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വരെ ഫേക്ക് നോട്ടുകൾ കിട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. കിട്ടിയിട്ടില്ല. കുറച്ച് റീലുകൾ കാണാൻ സാധിച്ചു. എനിക്കറിയില്ല, തീർച്ചയായും ഇതാണ് ആ റീല്. അപ്പോ ഈ റീലില് സത്യമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവര് എന്തോ ഫേക്ക് നോട്ടിന്റെ ഓൺലൈൻ ഡെലിവറി ഒക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ ഈ റീല് കണ്ടു. ഒരു പേജിലല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ വിവിധ പേജുകളിലായിട്ടാണ് 100x3, അതായത് 500 കൊടുത്താൽ 1500 കിട്ടും, 500 കൊടുത്താൽ 1000 കിട്ടും. ഒറിജിനലാണ്, ഗാന്ധിക്ക് കണ്ണാടി ഉണ്ട്, മറ്റേ വെള്ള കളറിനകത്ത് ഗാന്ധിജിയെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രൊമോഷൻ. അതും ഇവര് പറയുന്നത് മറ്റേ DTDC കൊറിയർ വഴി അയച്ചു തരും. അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്താൽ മതി, കൊറിയറിൽ അയച്ചു തരും. മറ്റേ പണ്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ മട്ടാഞ്ചേരി, കോഴിക്കോട് ചില പ്രദേശങ്ങൾ, തിരുവനന്തപുരത്തിന്റെ ചില യുവാപ്പള്ളി പോലുള്ള ചില പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ ചെന്ന് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് 50,000 കൊടുക്കുമ്പോൾ 1,00,000 രൂപ തിരിച്ചു കൊടുക്കുന്നതൊക്കെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല പുത്തമ്പണക്കാരും ഇത്തരത്തിലുള്ള നോട്ട് ഇരട്ടിപ്പിച്ചാണ് പണം ഉണ്ടാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള പല്ലേ അറിയാം. പണം പോയി നശിച്ച് നാറാണക്കല്ല് കുറച്ച പല്ലയും നമുക്ക് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സംഭവം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയിട്ട് കള്ളനോട്ടിന് ബൂസ്റ്റിങ് കൊടുക്കുക. ഇത് മറ്റേ പിന്നെ ഇപ്പൊ എല്ലാം ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. ഇപ്പൊ മാംസക്കച്ചവടം വരെ ഇൻസ്റ്റാഗ്രാമില്ല. പിന്നെ നല്ല ഇനം പെണ്ണുങ്ങൾക്ക് സമീപിക്കുക, നല്ല ഇനം ആണുങ്ങൾക്ക്. അതുകൊണ്ടല്ലോ കാലം മാറിയപ്പോൾ പുരുഷ വേശ്യമാർക്കാണ് ഇപ്പൊ റേറ്റ് കൂടുതൽ. സ്ത്രീ വേശ്യമാരെക്കാൾ റേറ്റ് പുരുഷ വേശ്യമാർക്കാണ്. ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. എന്തിനാണ് ഈ കാശ് കൊടുക്കുന്നത്? കാശ് കൊടുക്കാതെ നാട്ടിൽ ഇഷ്ടം പോലെ എണ്ണത്തെ കിട്ടും. അത് പോട്ടെ, അതൊന്നും ആർക്കും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിട്ടുണ്ട്. അതായത് ഒരു സാധാരണഗതിയിൽ അത്യാവശ്യം വ്യഭിചരിച്ച് കാശുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുറക്കുന്നു. എന്നിട്ട് അതിന് വല്ല പല പേരുകളൊക്കെ ഇടാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഇംഗ്ലീഷ് പേരുകളോ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള മലയാളം പേരുകളോ ഒക്കെ ഇൻസ്റ്റാഗ്രാം ഐഡിക്ക് കൊടുക്കുന്നു. എന്നിട്ട് മാസ്ക് വെച്ച നല്ല ഒരു ഫോട്ടോ ഉണ്ടാവും, നല്ല കണ്ണൊക്കെ നല്ല കൺമഷിയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നല്ലൊരു ഫോട്ടോ ഉണ്ടാവും. എന്നിട്ട് ഇവള് മറ്റേ ബെഡ്റൂമിലൊക്കെ കിടന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ കിടന്ന് കാലൊക്കെ അതിലേക്ക് വരാം, കാലൊക്കെ പൊക്കി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് മീറ്റപ്പിന് താല്പര്യമുണ്ടോ, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, മറ്റെടുത്തുണ്ട്, മറിച്ചെടുത്തുണ്ട്, വീഡിയോ കോൾ അവൈലബിൾ. അപ്പം പുള്ളിക്കാരിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സെഷന് കൊടുക്കുക, 10,000-15,000 രൂപ. അത് കഴിഞ്ഞിട്ട് നേരെ സമയമുണ്ടല്ലോ, രാത്രി ഒരുപാട് സമയമുണ്ട്. ഈ 2 മണിക്കൂർ സെഷൻ കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കോൾ 500 രൂപ, 30 മിനിറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇങ്ങനത്തെ പേജുകൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സത്യാന്വേഷി ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള സത്യങ്ങൾക്ക് പിന്നാലെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ടും അല്ലാതെ വാർത്ത ചെയ്യാൻ വേണ്ടി പോയി കണ്ടു എന്നൊന്നും ഞാൻ പറയില്ല. ഞാനിതൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊഫൈലുകൾ കാണുക. ഞാൻ ആ ക്യൂരിയോസിറ്റിയോടെ കയറി നോക്കാറുണ്ട്. ഏതായാലും പൈസ കൊടുത്തൊന്നും പോകാൻ പോയിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കള്ളനോട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന് വിളിച്ചു നോക്കണം എന്ന് വിചാരിച്ചു. ഹിന്ദി ഭാഷയിൽ എനിക്ക് വലിയ വരിക്കാനോ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. എന്തായാലും ഞാൻ ആ റീല് അതേപോലെ കൊടുക്കാൻ താല്പര്യമുള്ളവർ വിളിച്ചു നോക്കണം. വിളിച്ചു നോക്കിയിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ റീല് കണ്ടിട്ട് ആ കാണുന്ന നമ്പറിലൊന്നും വിളിച്ച് പൈസ ഒന്നും അയച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഉറപ്പായിട്ട് ഇത് തേപ്പായിരിക്കും. അല്ലാതെ പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന ഒരു ധൈര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അവൻ കള്ളനോട്ട് വെക്കുന്നെങ്കിലല്ലേ ധൈര്യം ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഈ റീലുകൾ ഒബ്വിയസ്ലി അവരുടെ ഫേസ് ഒന്നും അവർ റിവീൽ ചെയ്യുന്നില്ല എങ്കിലും അതിന്റെ അവരുടെ ധൈര്യത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കേട്ടെ, ഗുജറാത്തില് 5 വർഷം കോടതി നടത്തിയ ഒരാളത് കണ്ടിരുന്നു. ഗുജറാത്തിൽ 5 വർഷമാണ് അയാൾ കോടതി നടത്തിയത്. അവസാനം അയാള് സർക്കാരിനെതിരെ വിധി പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് പിടി വീഴുന്നത്. 5 വർഷം. തമിഴ്നാട്ടിൽ ഒരാൾ SBIയുടെ ബ്രാഞ്ച് തുടങ്ങി. ഒരു കുഗ്രാമത്തിൽ പോയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡൊക്കെ വെച്ചിട്ട് SBIയുടെ ബ്രാഞ്ച് തുടങ്ങി. അവനുള്ള ധൈര്യം, അത്രയും ധൈര്യമൊന്നും വേണ്ടല്ലോ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ. ഒരു പിന്നെ 10 പേര് 50,000 രൂപ അയച്ചാൽ 5 ലക്ഷം രൂപ ആയില്ലേ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടാൻ, നമ്പർ മാറ്റാം, ലൊക്കേഷൻ മാറ്റാം. അങ്ങനെ അത്തരത്തിൽ ആളുകളുണ്ടെന്നേ. ഇപ്പൊ നോക്കൂ, മെയിലിൽ അയക്കുകയാണ്. പണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹോണ്ട അക്കോർഡ് കാറും എത്രയോ $1 മില്യൺ എൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഞാൻ എത്രയോ 2 ലക്ഷം 3 ലക്ഷം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് ഇതും കൊണ്ട് നടന്ന് കുറേ എടുത്ത്. ഇപ്പോഴല്ല, കോളേജിലൊക്കെ പഠിക്കുന്നതിന് മുമ്പിട്ടുള്ള സമയത്ത്, +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനമൊക്കെ ആയിട്ട് പലയിടത്തും പോയി, ഇത്രയും സാധനം കിടപ്പുണ്ട്, 3 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കിത് മേടിക്കാം എന്നൊക്കെ പറയും. പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. പണ്ട് ഞാൻ ബാങ്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു 4:45 മണിയായി കാണും. ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ടൈം ഒക്കെ ക്ലോസ് ചെയ്തു. ഒരാൾ ഓടിക്കയറി വരും. അടുത്തൊരു പ്രൈം കസ്റ്റമറാണ് ബാങ്കിന്റെ. നമ്മുടെ ന്യൂ ജനറേഷൻ ബാങ്ക് ആയതുകൊണ്ട് കസ്റ്റമറൊക്കെ നമുക്ക് വലിയ ആനയും തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ കാണും. ഇവന് എന്ത് പറഞ്ഞാലും കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ആ സമയത്ത് കസ്റ്റമർ സർവീസാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കസ്റ്റമർ കയറി വന്ന് ഓടി വന്ന് പറഞ്ഞാൽ എനിക്കൊരു 3 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് അയക്കണം. നിങ്ങൾ ബാങ്കിന്റെ സമയം കഴിഞ്ഞില്ല, അയച്ചേ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന് തീരും, പ്രശ്നമാണ്, ബോംബെയിൽ
ഇതുപോലെയാണ് സംഭവമാണ്. അവസാനം നമ്മളിത് ഓപ്പറേഷൻ ഹെഡിനെ മുന്നിക്കൊണ്ടിരുത്തി. പുള്ളിക്കാരി കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എന്തുവാ, ഇപ്പോൾ പുള്ളിക്ക് എത്രയോ ഗോൾഡും ബാക്കി സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഡൽഹി എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ലക്ഷം രൂപ ഇടിച്ചാലേ കസ്റ്റംസുകാർ ഇയാളെ വിടത്തുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ 3 ലക്ഷം രൂപ ഉണ്ടാവും. അവസാനം ഇത് പുള്ളിക്കാരി ഇത് കണ്ടുപിടിച്ച് ബാങ്കിന്റെ ഹെഡ് ഓഫീസിനൊക്കെ മെയിൽ അയച്ചു. ഇവർ കൊടുത്ത അക്കൗണ്ട് നമ്പർ മറ്റൊരു ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ, അങ്ങനെ ബാങ്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് വലിയ ഫ്രോഡായിരുന്നു എന്ന് കണ്ടുപിടിച്ചൊരു ചരിത്രമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ അത്തരത്തിൽ പണം അയച്ചു കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഇപ്പം ചില സ്വാമിമാരും സന്യാസിമാരും ഉണ്ട്. പ്രേതബാധ ഒഴിക്കുന്നതിന് ഓതാൻ നടക്കുന്ന മുസ്ലിയാർമാരുണ്ട്. പിന്നെ വശ്യം ചെയ്യാൻ നടക്കുന്ന സ്വാമിമാരുണ്ട്. ഇവരൊക്കെ ഇന്റർവ്യൂകൾ നമ്മൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. 50,000 1 ലക്ഷം രൂപയൊക്കെയാണ് മേടിക്കുന്നത് ഒരാളെ വളയ്ക്കാൻ, ഒരാളെ തളർത്താൻ ഒക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാടുള്ളൊരു മുസ്ലിയാരെ കുറിച്ച് കേട്ടത്, ഒരു ദിവസം 700 പേര് 800 പേരാണ് ഓതാൻ ചെല്ലുന്നത്. ഒരാളെ ഇന്ന് മേടിക്കുന്ന 3200 രൂപയാണ്. എന്നിട്ട് അക്കൗണ്ടിലൊന്നുമല്ല, ക്യാഷായിട്ടാണ് മേടിക്കുന്നത്. ഇയാൾക്ക് ട്രസ്റ്റും ഇല്ലൊരു തേങ്ങയില്ല. ഈ പൈസ എല്ലാം മേടിച്ച് ചാക്കി കെട്ടി വെച്ച് അവിടെ ഇവിടെ വസ്തുക്കളും മറ്റേത് ഇതൊക്കെ മേടിച്ച് കൂട്ടുക. അപ്പോൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ ആളുകൾ തയ്യാറായിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വാഭാവികമാകുന്ന ചിന്തയിൽ നിന്നും എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ? 500 രൂപ കൊടുത്ത് 1500 രൂപ കിട്ടുമെങ്കിൽ ഒരു 50,000 രൂപ കൊടുക്കും. ചിലപ്പോൾ ആദ്യ തവണ ഒരു 1 ലക്ഷം രൂപ അയച്ചു കൊടുക്കുമായിരിക്കും. അപ്പോൾ ഈ 1 ലക്ഷം കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു 2 ലക്ഷം രൂപ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. വേറെ എവിടെയെങ്കിലുമൊക്കെ പണയം വെച്ചു അത് ഇതൊക്കെ. അവസാനം എന്ത് കിട്ടും? എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്ന ഒരവസരം. ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റേ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോടികൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ മേടിക്കും. മേടിച്ചിട്ടൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഒരു 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് പറയുന്നത് ഷെയറിന്റെ ലാഭമാണെന്ന് പറയും. അപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി. അവസാനം പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലും വീടിന്റെ ആധാരം അടിയാധാരം വരെ പണയം വെച്ച് അണ്ടർ വരെ പണയം വെച്ചിട്ട് ഒരു 20-30 ലക്ഷം രൂപ. എന്തുകൊണ്ടായിരിക്കും ഈ ആളുകൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്, പക്ഷെ ആരും ഇതിനെ റിയലൈസ് ചെയ്യാൻ തയ്യാറല്ല. വീണ്ടും മറ്റേ ലുട്ടാപ്പിയുടെ കുന്തം കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം വരും എന്ന് പറയുന്ന പോലെ കുന്തം വാങ്ങാൻ നടക്കുന്നവരാണ്. മായവയുടെ വടി ലേലത്തിൽ വെച്ചാൽ ഒരു സ്വാമി പറഞ്ഞാൽ മേടിക്കാൻ ആളുണ്ട്, മുസ്ലിം പറഞ്ഞാൽ ആളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ഒരു പയ്യൻ എന്നോട് പറഞ്ഞാണ്, ചേട്ടാ ഞെട്ടിപ്പോയി, ഒരു ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവർ ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പരസ്യം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ധനാകർഷണ യന്ത്രത്തിന്റെ ഒരു പ്രൊമോഷനായിരുന്നു. ഇത് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാ ഒറ്റ ദിവസം വന്ന് 1400 പരം കോളുകളാണ് ഈ യന്ത്രത്തിന് വേണ്ടിയിട്ട്. അവസാനം നമ്പറുകൾ ഓഫ് ചെയ്ത് വെക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പോയി. 2000-3000 കൊടുത്ത് ഇത്തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ മേടിച്ച് കെട്ടാൻ ആളുകളുള്ള നാട്ടിലാണ് 500 രൂപ കൊടുത്താൽ 1500 രൂപ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പല മാന്യന്മാരും ഇത്തരത്തിലൊക്കെ പണം ഉണ്ടാക്കിയവന്മാരാണ്. ഈ MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ എങ്ങനെയാണ്? അവർക്കറിയാം ഇത് പൊട്ടും, ഒരു ദിവസം പൊട്ടും. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ ആദ്യം കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. പൊട്ടിയാലും നമുക്കൊന്നുമില്ല. പിന്നെ നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്ന തത്വത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ശരീരം വിറ്റും കള്ളനോട്ട് വിറ്റും ചാരായം വിറ്റും മയക്കുമരുന്ന് വിറ്റും കഞ്ചാവ് വിറ്റും ഒക്കെ ഈ പറയുന്ന പൈസ ഉണ്ടാകുന്നത്. ഈ ചാരായം മാറ്റി വിൽക്കുന്നവരൊക്കെ ഇതിൽ എത്രയോ ഭേദമാണ്. പണിയെടുത്തിട്ടാണ്, വിയർപ്പൊഴുക്കിയിട്ടാണ്. പിന്നെ ഈ ശരീരം വിറ്റ് ജീവിക്കുന്നവരും ആണായാലും പെണ്ണായാലും കുറച്ച് വിയർപ്പൊക്കെ ഒഴുക്കിയിട്ടാണ്, ഒറ്റ വലത് ഒഴുക്കിയിട്ടാണ് ഈ പൈസ നേടുന്നത്. അപ്പോൾ അത് നേടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ ഇവിടെയൊക്കെ കണ്ടിട്ട് ഇത്തരത്തിൽ പണം അടച്ചു കൊടുത്തിട്ട് പണം അയച്ചു കൊടുത്തിട്ട്, എടാ ഞാൻ പോട്ടെ, ഒരു പെണ്ണ് ലൈവിൽ വന്ന് 10 മിനിറ്റ് കൊഞ്ചിക്കഴിഞ്ഞ് സംസാരിച്ച് നിന്റെ അത് അവിടെ ഇത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ച് മുഖം കാണിച്ച് മാറിടം തുറന്ന് കാണിച്ച് അടിവശം തുറന്ന് കാണിക്കുമ്പോൾ 1000-1500 കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ആളുണ്ടെങ്കിൽ കാണിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. അവള് കാണിക്കുന്നത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവളുള്ള അച്ഛനും അവൾക്കും അവളെ അത്രമാത്രം ചിന്തിച്ചാൽ അവളുടെ അമ്മ അങ്ങനെ കാണിക്കുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ അവൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ അവൾക്കത് ഇഷ്ടപ്പെടുമോ? അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല, അവൾ ചെയ്തോട്ടെ, അത് അവളുടെ ഇഷ്ടം. അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന മോള് നാളെ ഇത്തരത്തിൽ ഓൺലൈനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ അത് ചെയ്തോട്ടെ. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നവർ ചിന്തിക്കാതിരിക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെയുള്ള നാട്ടിലാണ് ഈ പറയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിലുള്ള ഫേക്ക് നോട്ടുകളുടെ പരസ്യം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.